അയോധ്യയിലെ രാംലല്ലയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു സർക്കാരായി മാറുകയാണ്, സംസ്ഥാനമായി മാറുകയാണ്. ഇപ്പോൾ ഡിസ്നി ലാൻഡിനെ വെല്ലുന്ന റാം ലാൻഡ് വരുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ വികസനമാണ് അയോധ്യയ്ക്ക് പിന്നാലെ യു പിയിലെത്തുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് ഊപ്പി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുള്ള പാകിസ്ഥാനോളം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായ യോഗി ആദിത്യനാഥ് ഭരിക്കുകയാണ്. യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയെ TG എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലില്ല ഈ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടല്ലോ, അതിൽ UP-ക്കാർ എത്രയുണ്ടെന്ന് നോക്കും. UP ആരും ഇല്ലെന്ന് തോന്നുന്നു. ഒന്നോ രണ്ടോ എണ്ണം കഷ്ടിച്ച് കണ്ടാലായി. ബംഗാളികളാണ് കൂടുതൽ, ആസാമീസ്, ബീഹാറിയാണ്. പിന്നെ താഴത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബീഹാറികളാണ്. അത് കഴിഞ്ഞ് ബംഗാളി, ബംഗ്ലാദേശി, പിന്നെ ആസാമിൽ നിന്ന് കുറവാണ് മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്. ഇതൊക്കെ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആസാം എന്ന് പറയും. കാരണം ഈ ഏരിയയ്ക്ക് നമ്മൾ ഈ മൊത്തം ഏരിയയായ വടക്കന്മാർ മദ്രാസ് എന്ന് പറയുമല്ലോ, മദ്രാസി എന്ന് പറയുന്നത് തെലുങ്കിനാവാം, മലയാളിയാവാം, തമിഴാവാം, ആയിരിക്കും. ഇതുപോലെയാണ് അവർക്ക് ആസാം. ആസാമിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ, മിനിഞ്ഞാന്നുണ്ടായ സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇവർ ചോദിക്കുമ്പോൾ ഈ നെല്ലിക്ക വായിലിട്ട് ഷോ എന്ന് പറയും. ബട്ട് ബേസിക്കലി അവർ പല സ്ഥലത്തു നിന്നുള്ളവരാണ്. UP-യിൽ നിന്ന് എന്തുകൊണ്ടാണ് തെണ്ടിത്തിരിഞ്ഞ് മഹാസ്വർഗമായ കേരളത്തിലേക്ക് ജോലി ചെയ്യാൻ ആരും വരാത്തത്? ഇവിടെ ദിവസം 1500 രൂപ കൂലി കിട്ടും എന്നൊക്കെ പറയുന്നു. ആർക്ക് കിട്ടുമെന്നാണ് എനിക്കറിയാമോ. ഞാൻ ഡെയിലി പെയിൻറ്റ് പണിക്ക് പോയാൽ 1500 രൂപ കിട്ടും. ഇതൊക്കെ അതിശയോക്തിയാണ്. പെയിൻറ്റ് പണിക്കൊന്നും പോയി നോക്കി 1500 കിട്ടില്ല. 700-800 രൂപയൊക്കെ ഉണ്ട്. വലിയ കൺസ്ട്രക്ഷനൊന്നും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുമില്ല. എന്ത് ആക്ടിവിറ്റി നടക്കുന്നതെന്നാണ് കേരളത്തിൽ? ഈ 4 ബംഗാളികളെ കാണുമ്പോൾ നമ്മൾ മുഴുവൻ ബംഗാളികളായി. ഈ ബംഗാളികളൊക്കെ ഹോട്ടൽ പണിക്കാണ് നിൽക്കുന്നത് കൂടുതൽ. കൺസ്ട്രക്ഷൻ വർക്കിന് കൂടുതലും മലയാളികളാണ്. ഉണ്ട്, മറ്റവരും ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, UP-യിൽ നിന്ന് ഒരു മൈഗ്രേഷൻ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ കാണുന്നില്ല. അതിനർത്ഥം എന്താ? UP കംഫർട്ടബിളാണ്, കേരളത്തെക്കാൾ കംഫർട്ടബിൾ, അല്ലെങ്കിൽ കേരളത്തെ പോലെ തന്നെ കംഫർട്ടബിളാണ്. ഇത് യോഗി ആദിത്യനാഥിൻ്റെ 2017 മുഖ്യമന്ത്രിയായി വരുമ്പോൾ ആ സമയത്താണ് കേരളത്തിലേക്കുള്ള എക്സോഡസ് തുടങ്ങുന്നത്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു തൊഴിലാളിയും UP-യിൽ നിന്ന് പിന്നെ പോയിട്ടില്ല, പോകാൻ അങ്ങനെ സമ്മതിച്ചിട്ടുമില്ല. ബട്ട് ട്രഡീഷണലി പോയവരുണ്ട്. UP-യിൽ നിന്ന് പോയിട്ട് മഹാരാഷ്ട്രയിൽ, പ്രത്യേകിച്ചും ബോംബെയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അവിടുത്തെ ഒരു മൈഗ്രേഷൻ പാറ്റേണുണ്ട്. ആ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സൗത്തിലേക്ക് വന്ന്, പ്രത്യേകിച്ചും കേരളത്തിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയത്. ദാറ്റ് ട്രെൻഡ് UP-യിൽ പ്രിവെയിൽ ചെയ്യുന്നില്ല. ഇത് ഈ മനുഷ്യൻ്റെ ഒരു കഴിവാണ്. കാരണം UP-യിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്, പിന്നെ അങ്ങേർക്കൊരു ഇച്ഛാശക്തിയുണ്ട് ഒരു കാര്യം നടത്തിയെടുക്കാമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ബുൾഡോസർ ബാബ എന്നൊരു പേരുണ്ടല്ലോ. ബുൾഡോസർ ഉപയോഗിക്കുന്നത് എന്തോ മഹാപാപമാണോ എന്ന് പറയും. സുനിൽ ആലോചിച്ച് നോക്ക്, ഏറ്റവും ആദ്യം ബുൾഡോസർ ഉപയോഗിച്ചത് കേരള മുഖ്യമന്ത്രിയാണ്, VS അച്യുതാനന്ദൻ. അതെന്താ എല്ലാവരും മറന്നു കളയുന്നത്? VS അച്യുതാനന്ദൻ്റെ 3-6 ഓപ്പറേഷനിൽ ബുൾഡോസർ ഇടിച്ചപ്പോൾ കൈയടിച്ച ആൾക്കാരാണ് മലയാളികൾ. ഇതേ കാര്യം UP-യിൽ അദ്ദേഹം ചെയ്ത് കഴിയുമ്പോൾ ബുൾഡോസർ ബാബ. വാട്ട് എ നോൺസെൻസ്. ഇപ്പം യോഗി ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം? എൻക്രോച്ച് ചെയ്തവനെ പോയിട്ട് പൂജിക്കണം? സാധ്യമല്ല. ഞാൻ ബുൾഡോസർ വെച്ച് തകർക്കും. എവറി എൻക്രോച്ച്മെൻറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ് ത്രൂ ബുൾഡോസർ. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഇത് കൂടാതെ ഈ എൻക്രോച്ച്മെൻറ്റ് വെക്കേറ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ടായിട്ട് പോലും വിട്ടുകൊടുക്കാതെ ഗുണ്ടായിസം കൊണ്ട് മാത്രം പിടിച്ചു നിന്ന ആൾക്കാരുണ്ട്. അവരുടെ ലിസ്റ്റ് പുള്ളി എടുപ്പിച്ചു. അവരപ്പോഴത്തേക്ക് എസ്റ്റാബ്ലിഷ്ഡായി, തെങ്ങ് വരെ വെച്ച് വലിയ ഇതൊക്കെയായി, കോമ്പൗണ്ടൊക്കെ ആയി ജീവിക്കുന്നു. ആ ലിസ്റ്റ് ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. മുനിസിപ്പിൻ്റെ ഓർഡറുണ്ട് ഇത് പൊളിച്ചു കളയാൻ, എൻക്രോച്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്, ഏക്കർ കണക്കിന് ഭൂമി. ആദ്യത്തെ ബുൾഡോസർ ഓപ്പറേഷൻ, അതിൻ്റെ വീഡിയോ ഉണ്ട്. ഫസ്റ്റ് ബുൾഡോസർ അവിടുത്തെ അറിയപ്പെടുന്ന ഗുണ്ടയുടെ 3 നില വീടാണ്. അത് ബുൾഡോസറൊക്കെ കൊണ്ടുപോയി, പക്ഷേ മുന്നോട്ട് ഓടിക്കാൻ ധൈര്യമില്ല ഇറക്കും. ഒടുവിൽ യോഗി ആദിത്യനാഥ് നേരിട്ട് അവിടെ പോയിട്ട് എളിക്ക് കൈയും കൊടുത്ത് നിന്ന് പൊളിക്കടായി കേട്ടിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ. പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ പൊളിക്കാൻ തുടങ്ങി. ഇപ്പോഴും ബുൾഡോസർ ബാബ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു.
ഈ സംസ്ഥാനത്തിൻ്റെ ഭൂമി കയ്യേറിയവരെ ഇപ്പോൾ പിണറായി വിജയനും മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് എന്താ? കയ്യേറിയവന് റെഗുലറൈസ് ചെയ്ത് കൊടുക്കും. അതെ, തീർന്നു കൊടുക്കും. വേറൊരു ഓമന പേരും കൂടെ കണ്ടുപിടിച്ചു, കുടിയേറ്റം. അതെ, കയ്യേറ്റം നിങ്ങൾ ഒഴിവാക്കി, പക്ഷെ കുടിയേറ്റം പാടില്ല. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പുറമ്പോക്ക് ഭൂമിയിൽ പോയി വീട് വെച്ചൊരുത്തും താമസിക്കാൻ തുടങ്ങിയാൽ അത് കുടിയേറ്റം. തൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു 50-60 സെൻറ്റ് കൂടെ വളച്ചു കെട്ടിക്കഴിഞ്ഞാൽ അത് കയ്യേറ്റം. ഇത് രണ്ടും കയ്യേറ്റമാണ്, ഇത് രണ്ടും അനധികൃതമാണ്. ആദിവാസികളുടെ ഭൂമി ആയതുകൊണ്ട് ചുമ്മാ അങ്ങ് കയ്യേറി കൊടുത്തു. 1970 ബില്ല് പാസ്സാക്കി 1960 വരെയുള്ള കയ്യേറ്റങ്ങൾ റെഗുലറൈസ് ചെയ്തു. പിന്നെ 1976 തോന്നുന്നു, അന്ന് വരെയുള്ള കയ്യേറ്റങ്ങൾ റെഗുലറൈസ് ചെയ്തു. പിന്നെ 80 എപ്പോഴും ചെയ്തു, 90 ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് യുനാനിമസ് ആയിട്ടാണ് ഈ ബില്ലൊക്കെ പാസ്സാകുന്നത് കേരള അസംബ്ലിയിൽ. 90കളിൽ ഞാൻ കൃത്യം വർഷം ഓർക്കുന്നില്ല, അന്ന് ഗൗരി അമ്മ പറഞ്ഞു, ഇനി ഈ മഹാഭാരതത്തിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല, ഞാനിതിനെതിരായിട്ട് വോട്ട് ചെയ്യുന്നു. ഗൗരി അമ്മ JSS അവർ ചെയ്തില്ല. അങ്ങനെ 140 ഒരു സ്പീക്കർ പോയി കഴിഞ്ഞാൽ 139, അതിൽ ഗൗരിയമ്മൻ പോയി കഴിഞ്ഞാൽ 138 പേര് ചേർന്നിട്ട് അന്ന് റെഗുലറൈസ് ചെയ്തു. അനാഥരായിപ്പോയി ആദിവാസികൾ. അങ്ങനെയാണ് ഈ ളാഹഗോപാലിൻ്റെ സമരം. ഉൾക്കാട്ടിലേക്ക് പോകാൻ നിർവാഹമില്ല, അവിടെ വന്യമൃഗങ്ങളുണ്ട്, പിന്നെ കൃഷി ചെയ്യാനുള്ള സ്ഥലം വേണ്ടേ, മലയിങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള മലയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒടുവിൽ അവരെല്ലാം കൂടെ ഓടിപ്പാഞ്ഞ് കുറേ പേര് മുത്തങ്ങയിൽ പോയി താമസിച്ചു, അവിടെ ഇട്ട് വെടിവെച്ചു. എന്തെല്ലാം മഹാഭാരതം ചെയ്തു. ഇതൊക്കെ യോഗി ചെയ്യണമെന്നാണോ പറയുന്നത്? യോഗി പറഞ്ഞു പറ്റില്ല, ഞാൻ എൻ്റെ ബുൾഡോസർ പിൻവലിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ നിരപ്പാക്കി. അത് എത്ര വലിയ പട്ടണങ്ങൾ, ലക്നൗ, പ്രയാഗ്രാജ്, ഈവൻ അയോധ്യ, ഈ എൻക്രോച്ച് ചെയ്യാത്ത ആൾക്കാരില്ല. ഇപ്പം ഞാൻ ധൈര്യപൂർവ്വം പറയാം, എറണാകുളം നമ്മൾ റീസർവേ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ ഭൂമി കയ്യേറാത്ത ആരും ഉണ്ടാവില്ല. അത്യപൂർവം ഉണ്ടാകും. അത് അബദ്ധവശാൽ കയ്യേറാതെ ചെയ്തതാണ്. അബദ്ധവും പറ്റുമല്ലോ. അതെ അതെ. അങ്ങനെ അബദ്ധത്തിൽ ശരിയായി പോയ സാധനങ്ങളാണ്. അല്ലെങ്കിൽ ഓടയും അതും ഇതൊക്കെ ഇപ്പോഴും കയ്യേറുന്നുണ്ട്, ഫുട്പാത്ത് കയ്യേറുന്നുണ്ട്. വെറുതെ അങ്ങോട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു ബോർഡ് വയ്ക്കും. 2 ആഴ്ച കഴിയുമ്പോൾ ഈ ഐസ്ക്രീം ബോർഡിൻ്റെ കൂടെ വേറൊരു ബോർഡും കൂടെ വെച്ച് ആ ഫുട്പാത്ത് അങ്ങ് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുക, ആൾക്കാർ ഇയാളുടെ ഐസ്ക്രീം ബോർഡ് എടുത്ത് മാറ്റാൻ പോകുന്നില്ല, താഴെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് സ്ഥലം കൂടെ കിട്ടി. അപ്പുറത്തും ഒരു ബോർഡ് വയ്ക്കും. ഇത് ബ്ലോക്ക് ചെയ്തിട്ട് ഈ ഫുട്പാത്ത് ഇയാളുടെ ആയിട്ട് മാറും. പിന്നെ അവിടെ പാലിൻ്റെ പെട്ടി അത് ഇത് ചോദിച്ചാൽ ടെമ്പററിയാണ് പോലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറേ ഇത് ഇറക്കി വെച്ചേ ഉള്ളൂ, ഞാൻ അകത്തേക്ക് എടുത്തോളാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫുട്പാത്ത് കയറും. പല രീതിയിൽ ഇത് പണക്കാരും ചെയ്യുന്നുണ്ട്, പാവങ്ങളും ചെയ്യുന്നുണ്ട്. ചില നിവൃത്തിയില്ലാതൊക്കെ ആയിരിക്കും, ന്യായങ്ങൾ ഒരുപാടുണ്ടാവാം, പക്ഷേ കയ്യേറ്റമാണ്. ഇത് യോഗി സമ്മതിക്കുന്നില്ല. ഇത് കൂടാതെ ജയിലിൽ കിടക്കുന്ന ഗുണ്ടകൾ, അവരുടെ ഈ പറഞ്ഞ ദീർഘകാല തടവ് അത് ഇത് പ്രശ്നമുണ്ടില്ല. ഇവരെ ചിലരെ ശിക്ഷയിളവ് കൊടുത്ത് സത്യവാങ്മൂലം വാങ്ങിച്ച് പുള്ളി ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രശസ്തനായ ഒരു ഗുണ്ട, അയാളെ കാണുന്നില്ല, ജയിലിൽ നിന്ന് ഇറങ്ങി, പക്ഷെ ആളെ കാണുന്നില്ല. ലക്നൗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ പത്രക്കാർ ഇത് ചോദിക്കുന്നത്, ഇന്ന ഹീറോയെ കാണുന്നില്ല ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്, നിങ്ങൾ കൊന്നു കളഞ്ഞു കാണും, നിങ്ങൾ എൻകൗണ്ടറിലും എടുക്കാനാണ് അത് ഇത്. യോഗി പറഞ്ഞു, വാ ഞാൻ കാണിച്ചു തരാം അയാളെ. നേരെ എതിരെ പച്ചക്കറി മാർക്കറ്റ് കൊണ്ടുപോയി കയറ്റി 4ാമത്തെ കട, അവിടെ ഇരിക്കുന്ന ഈ ഗുണ്ട എണീറ്റ് തൊഴുതു. വലിയ കാര്യം. യോഗി ഇയാൾക്ക് കുറച്ച് പൈസ കൊടുപ്പിച്ചിട്ട് ചെറിയൊരു കട, നീ ഇങ്ങനെ ഈ പോക്കറ്റടിയും ഭാഷകളും കത്തിക്കുത്തുമായിട്ട് നടക്കാതെ ജന്മം കുറേ അധികം ജയിലിൽ പോയി. അതായത് ജയിലിൽ നിന്ന് തുറന്നു വിടുന്ന ഗുണ്ടകൾ പീരീഡ് കഴിഞ്ഞും ഇളവ് കൊടുത്തുമൊക്കെ അവരെങ്ങനെ ജീവിക്കും? അവർക്ക് ആകെ അറിയാവുന്നത് കത്തിക്കുത്തു പിടിച്ചു പറയുകയാണ്. അപ്പോൾ അവർ വേറൊരു ഉപജീവനം അവർക്ക് റെഡിയാക്കി കൊടുത്താൽ അവർ മര്യാദക്കാരായിക്കോളും. എന്നിട്ട് യോഗി പൈസ കൊടുപ്പിച്ചിട്ട് ചെറിയൊരു പച്ചക്കറി കടയിട്ട് ഇരിക്കുന്നു. മാത്രമല്ല അതിൻ്റെ കൂടെ വാണിങ്ങും, ഇതാ ഒരു ഉപജീവനം ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഇനി മറ്റേ പണി ഇറക്കിയാണല്ലോ, വിട്ടുവെച്ച് കൊന്നുകളയും ഞാൻ. പത്രക്കാർ അപ്രീഷിയേറ്റ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ടു ബി മാനേജ്ഡ്. ഒരു ഗുണ്ടയായിപ്പോയി, അയാളെ ജയിലിൽ നിന്ന് ഇറങ്ങി, അയാളെ ഗുണ്ടാപ്പണിയല്ല, അയാൾക്കൊന്നും അറിയില്ല. സോ ഹീ മസ്റ്റ് ബി എൻഗേജ് സംവെയർ എൽസ്. ഇതുവരെ ചെയ്യുന്ന യോഗിയെ
ഇവർ യോഗിയുടെ ഊപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യും. അങ്ങേരെ ആനപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുക ഈ പാട്ടി കുറച്ച് കഴിഞ്ഞാൽ. അല്ല, ഈ ടി ജി, കേരളത്തിൽ ഒരു പക്ഷേ ഒരു വിഭാഗം ആളുകൾക്ക് മോദിയെക്കാളും വെറുക്കപ്പെട്ടവൻ യോഗിയാണ്. എന്തുകൊണ്ടായിരിക്കും? ഈ യോഗിയുടെ രാഷ്ട്രീയ വഴികൾ എങ്ങനെയാണ്? യോഗി ഒരിക്കലും BJP കാരനായിരുന്നില്ല. ഹിന്ദു യുവവാഹിനി അദ്ദേഹത്തിൻ്റെ സംഘടനയായിരുന്നു. കുറച്ചു കാലം ഇദ്ദേഹം ഈ മഹന്ത് അവൈദ്യനാഥ് പരമ്പരയിൽ ഗോരഖ്പൂർ അവൈദ്യനാഥ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം അതിൻ്റെ മഠത്തിൻ്റെ സമ്പ്രദായം. അതിൽ ഈ ഗോരഖ്പൂരിലെ മഠത്തിൻ്റെ അധിപതിയായി. അപ്പോൾ ഗോരഖ്നാഥ് കുറച്ചു കാലം ഹിന്ദു മഹാസഭ എന്നൊക്കെ പറഞ്ഞ് ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. ഹിന്ദു മഹാസഭ വളരെ ശുഷ്കമായി പ്രവർത്തിച്ചില്ല, ഒന്നുമില്ല, അങ്ങനെ പ്രകടമായ ഒരു രാഷ്ട്രീയമൊന്നുമില്ലെങ്കിലും രാമജന്മഭൂമിയിൽ വലിയൊരു റോള് വഹിച്ച ആളാണ് മഹന്ത് അവൈദ്യനാഥ്. ഈ ആൾക്കാരെ മൊബിലൈസ് ചെയ്യാനും അദ്ദേഹം നാഥ് വിഭാഗത്തിൽ സന്യാസിയായിരുന്നില്ലേ? ആയിരുന്നു. ഈ ഗോരഖ്പൂർ മഠത്തിൻ്റെ അധിപനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം മരിച്ചപ്പോൾ ഇദ്ദേഹം മഠാധിപതിയാകുന്നു. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ വന്നിട്ടാണ് യോഗിയും മെല്ലെ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം വരികയും പിന്നെ രാമജന്മഭൂമി അപ്പോഴത്തേക്കും മറ്റേ അദ്ദേഹത്തിന് വയസ്സായി തുടങ്ങി. യോഗി ആദിത്യനാഥ് ഒരു ഹീറോയായി, ചെറുപ്പക്കാരനാണ്, ആളുകളെ സംഘടിപ്പിക്കാനും രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന് യാതൊരുവിധ RSS ബാക്ക്ഗ്രൗണ്ടും ഇല്ല, RSSമായിട്ട് വിരോധവുമില്ല, RSSകാർക്ക് അദ്ദേഹവുമായിട്ടും വിരോധമില്ല, അവരുടെ പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ടൊക്കെയുണ്ട്. പക്ഷേ ഒരിക്കലും RSS സ്വയം സേവകനായിരുന്നില്ല. അതൊരു കുറവൊന്നുമല്ലല്ലോ. അതെ, മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ. അതെ. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ഹിന്ദു യുവവാഹിനിയും വളരെ ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇത് നിർത്തി. രാഷ്ട്രീയ കക്ഷിയാണല്ലേ അത്? അതൊരു സംഘടനയാണ്, പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല, സംഘടനയാണ്. പക്ഷേ ആദ്യമായിട്ട് BJPക്കെതിരെ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിച്ച ആൾ യോഗി ആദിത്യനാഥാണ്. UPയിൽ BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ തോറ്റുപോവുകയും ഹിന്ദു യുവവാഹിനിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുകയും ചെയ്തു. അപ്പോൾ BJPക്ക് ഇദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലായി. ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു കൺഫ്രണ്ട് ഹിം, ബെറ്റർ ടു എൻഗേജ് വിത്ത് ഹിം, കൂടെ കൂട്ടുക. ഈ നമ്മളെക്കാൾ ശക്തനായ ഒരാളിനെ നോക്കുമ്പോൾ നമ്മൾ അടിക്കാൻ പോകുന്ന നല്ലത് തോളത്ത് കൈയിടുന്നതാണ് എന്ന് മനസ്സിലാക്കുമല്ലോ. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. അവർ സമരസപ്പെട്ട് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2017 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇദ്ദേഹം ലോക്സഭയിൽ മെമ്പറാണ്, യോഗി ആദിത്യനാഥ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാർ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമിത്ഷാ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പോയിരുന്നു. അമിത്ഷാ പറഞ്ഞു, അദ്ദേഹം ഇപ്പം തന്നെ ലോക്സഭയിലെ MP ആണ്, അത് രാജിവെച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ 6 മാസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരില്ലേ, ഒരാളിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ചേട്ടൻ്റെ മനസ്സിലൊരാളുണ്ട്, കാരണം അവരോട് ആലോചിച്ച് ഒരാളിനെ വെച്ചിട്ടുണ്ട്, ആ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇവർ ജമ്പം ചെയ്താൽ സമ്മതിക്കില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാർ കൂടി തീരുമാനിച്ച പേരാണ് യോഗി ആദിത്യനാഥ്. അത് അവിടെ നിന്ന് രാജിവെക്കുക, ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തി, ഇതൊന്നും ഇവിടെ ഞങ്ങൾ ജയിപ്പിക്കാമെന്ന്, നിങ്ങൾ ആളെയും കൊണ്ടുവന്നാൽ മതി. ഈ പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഏകദേശം 106-110 MLAമാരാണ് ഇതിൽ കട്ടർ നിലപാടെടുക്കുന്നത്. അവസാനത്തെ ആയുധമായിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ വേറെ ഗ്രൂപ്പായിട്ട് പിരിയും കേട്ടോ, ഇങ്ങനെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ. അമിത്ഷാ നോക്കിയപ്പോൾ ഈ കളി മുതലാവില്ല. അതുകൊണ്ട് കാർന്നവരോടും ചോദിച്ച്, ചേട്ടാ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, കളി മാറി. ശരി, ഇതെല്ലാം ഡൽഹിയിൽ യോഗി ആദിത്യനാഥ് വെറുതെ ഇരിക്കണം കേട്ടോ. അദ്ദേഹത്തെ ആരും പോയി കാണുന്നില്ല, MLAമാർ പോയി കാണുക, മധുരം കൊടുക്കുക, ഒരു ചുക്കൂല. അങ്ങേരെ ലോക്സഭ MP ആണ് അങ്ങേരെ പോകുന്നത്. ബട്ട് അങ്ങേരാണ് ഇതിൻ്റെ പിന്നിലെ ശക്തിയെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാനും പറ്റുന്നില്ല, കാരണം അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, പത്രക്കാരോട് മിണ്ടുന്നില്ല, ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല, ഒന്നുമില്ല, അറിഞ്ഞതായി ഭാവിക്കുന്നേയില്ല. അപ്പോൾ അങ്ങനെ സിഗ്നൽ കൊടുത്ത് UPയിൽ മുഖ്യമന്ത്രിയായിട്ട് വന്ന ആളാണ് യോഗി ആദിത്യനാഥ്. പ്രോബബ്ലി ഹീ ഈസ് ദ ഓൺലി, എൻ്റെ അറിവിൽ ഓൺലി പൊളിറ്റീഷ്യൻ
who successfully challenged Modi-Amit Shah combination within the party. എന്നിട്ട് ഈ മൊത്തം സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആവാതെ പിടിച്ചു നിർക്കാൻ ഒരു സാമർഥ്യമാണല്ലോ. ഇതൊരു പരിധി വിട്ട് വഴക്കായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും നഷ്ടം സംഭവിക്കും. അപ്പോൾ ആ നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ ഈ ഇഷ്യൂ കൊണ്ടുപോയിട്ട് മോദിക്കും അമിത്ഷായ്ക്കും മറ്റ് നിവൃത്തിയില്ലാത്ത സിറ്റുവേഷൻ ആക്കിയിട്ട് താൻ വിചാരിച്ച കാര്യം നടത്തിയെടുത്തവനാണ് യോഗി ആദിത്യനാഥ്. 51 വയസ്സേ ഉള്ളൂ. അതെ അതെ. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഹീ ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അമിത്ഷാ, ഒരു സംശയമില്ല. അമിത്ഷായുടെ പേരാണല്ലോ എല്ലാവരും പറയുന്നത്. സി ദ ഏജ് ആൻഡ് ഹെൽത്ത് ഈസ് നോട്ട് വിത്ത് അമിത്ഷാ. അമിത്ഷാ മിടുക്കനാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അസാമാന്യ സിദ്ധിയും കഴിവും ഒക്കെയുള്ള വലിയൊരു രാഷ്ട്രതന്ത്രജ്ഞനാണ് അമിത്ഷാ. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ അസസ്മെൻറ്റിൽ ഞാൻ അമിത്ഷായെ മോശപ്പെടുത്തിയോ അല്ലെങ്കിൽ കുറഞ്ഞ ആളാണെന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല. ദ ഹെൽത്ത് ആൻഡ് ഏജ് ഇത് കൂടെ നിൽക്കണമല്ല. ഏജ് വലുതായിട്ട് അമിത്ഷായ്ക്ക് ആയിട്ടൊന്നുമില്ല, ബട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട്. ആൻഡ് ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ, ഇന്ത്യൻ പൊളിറ്റിക്സിൽ അമിത്ഷാ കളിച്ചതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് വിത്തിൻ ദ പാർട്ടി കളിച്ച് ജയിച്ച ആളാണ് യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥിന് ഇവിടെ പലർക്കും പുച്ഛമായിരിക്കും, പക്ഷേ യോഗി ആദിത്യനാഥ് വരുമ്പോൾ അതൊരു ഒന്നൊന്നര വരവായിരിക്കും. അതുകൊണ്ട് എൻ്റെ നോട്ടത്തിൽ ഞാൻ ഒരു ഇൻ്റർഅഗ്നത്തിൽ അമിത്ഷാ വന്നാൽ തന്നെ താമസിയാതെ യോഗി കയറി വരും. ആൻഡ് ഇതുണ്ടെന്ന് ആയുസിൻ്റെ ബലമുണ്ട്, സാമർഥ്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭാര്യ, മക്കൾ, ഇതുപോലത്തെ ഇവിടെ പറയുന്ന അമിത്ഷായ്ക്ക് അല്ല യോഗി ആദിത്യനാഥിന് ഒരുപാട് പ്രായമുണ്ട്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഇങ്ങനെ ഒരു നെറേറ്റീവാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗുവാഹത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത മനുഷ്യനാണ് യോഗി ആദിത്യനാഥ്. വാട്ട് ഡു ദ തിങ്ക്? ഒന്ന്, ഇവർക്കെല്ലാം ഉണ്ടല്ലോ ഈ ശശി തരൂരിൻ്റെ ഇംഗ്ലീഷിൽ വർത്തമാനം പറയണം. അത് മലയാളിയുടെ മാത്രം ഒരു നിർബന്ധമാണ്. മലയാളിക്കുള്ള ഒരു കോംപ്ലക്സ് ആണത്, ഈ സായിപ്പിൻ്റെ അടിമയായിട്ട്. ബാക്കി രാജ്യങ്ങളൊക്കെ, ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ഈ ഇത് വിട്ട് കഴിഞ്ഞു. അവരൊന്നും ഇപ്പോൾ സായിപ്പിൻ്റെ അടിമയൊന്നുമല്ല. പക്ഷേ ഇവിടെ ഇത് തുടരുന്നു. കാരണം ഇത് വെച്ച് മോദിയെ തോൽപ്പിക്കാം, ഹിന്ദുക്കളെ തോൽപ്പിക്കാം എന്നൊക്കെയുള്ള ചിന്ത ഇത്രേ ഉള്ളൂ. അല്ല കഥ. ഏതായാലും ഇന്ത്യ ഇനി കാണാനിരിക്കുന്നത് യോഗിയുടെ നാളുകളാണ് എന്ന് ഉടനെ പറയാൻ വയ്യ. കാരണം യോഗി വളരെ സൂക്ഷിച്ച് കരുക്കൾ നീക്കുന്ന ആളുമാണ്. യോഗിക്കറിയാം എനിക്കൊരു ഓൾ ഇന്ത്യ റീച്ച് ഇപ്പോൾ ആയിട്ടില്ല, സോ ഐ മസ്റ്റ് വെയിറ്റ്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്, പോസിറ്റീവ് സെൻസിൽ കേട്ടോ. അല്ലാതെ ആരെങ്കിലും കാല് മറിച്ചോ പിടിച്ചോ എന്ന് യോഗി അധികാരത്തിൽ വരില്ല. ബട്ട് ഹി വിൽ പ്രൂവ് ഹിസ് മൈറ്റ് ആൻഡ് വാട്ട് എവർ ഡ്യൂ ടു ഹിം ഹി വിൽ ടേക്ക് ഇറ്റ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജർഷിയാണ് യോഗി ആദിത്യനാഥ്. അല്ലാതെ ഈ എല്ലാം ഉപേക്ഷിച്ചുള്ള സന്യാസി, പലരുടെയും ധാരണ അതാണ്. ഈ സന്യാസിക്ക് എന്താ രാഷ്ട്രീയത്തിൽ കാര്യം? രാഷ്ട്രീയത്തിൽ കാര്യമുണ്ട്. വിശ്വാമിത്രൻ രാജർഷിയായിരുന്നു. അതെ അതെ. ആവശ്യ സമയത്ത് വാളെടുക്കാൻ സന്യാസിക്കറിയാം, ഇന്ത്യൻ സന്യാസിക്കറിയാം. ഇപ്പോൾ സന്യാസി, സ്വാമി, ഋഷി, ഇതൊക്കെ പല വാക്കുകൾ നമ്മൾ വളച്ചും തിരിച്ചുമൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഓരോ അർത്ഥമാണ്, ഓരോ കോണ്ടെക്സ്റ്റ്. ഏതായാലും നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മാറ്റങ്ങളും വികാസങ്ങളും പരിണാമങ്ങളും എങ്ങനെയാണെന്നുള്ളത് കൗതുകത്തോടെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.